ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വൻപയർ ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിരുന്നത് ഇപ്പോൾ കുക്കറിലോട്ടിട്ട് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് 2 വിസിൽ വന്ന് കഴിയുമ്പോൾ എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം കൊണ്ട് ചോറിലൊഴിക്കാൻ ഒരു കറി ഉണ്ടാക്കാനാണ്. അതെടുത്തിട്ട് കാണിക്കാം. നമ്മുടെ പയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങായ, ചുവന്നുള്ളി, പിന്നെ കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പുളി കൂർത്ത് വെച്ച്, പിന്നെ അതിന് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് വറക്കാനുള്ള കടുക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കടുക് വറക്കാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണയും ഒഴിച്ചു. മുളക് മുറിച്ചിട്ട് കുറച്ച് കടുക്, ഉലുവ, ജീരകം, ഇതെല്ലാം പൊട്ടി ഞാൻ ഇത് കരിയാപ്പില ഇട്ടു. ഇനി ഇതിനു വേണ്ടി ഞാൻ കുറച്ച് പുളി കുടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കും. ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്താൽ മതി. നമ്മുടെ അരപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പയറിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഇതിന് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ശകലം ഉലുവാപ്പൊടി, ഉപ്പ് കുറവായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് ചൂടാവണം. നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട്. പഴയ കാലത്തെ ഒരു പയറ്റിൻചാറ് കറി എന്ന് പറയുന്നതിന്. പണ്ട് എന്നും മോരും പുളിശ്ശേരിയും സാമ്പാറും ഉള്ളിടത്ത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു കറി ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാനൊക്കെ. എല്ലാവരും ചെയ്ത് നോക്കുക, ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക.